അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ വലിയുല്ലാഹ് മുഹമ്മദ് ഷരീഫ് മണാർക്കാട്. പ്രിയമുള്ള വിശ്വാസി സമൂഹമേ, ഈ അടുത്ത നിയമസഭ ഒരു കാരണവശാലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പിണറായി വിജയൻ സർക്കാർ ഭരണത്തിൽ വരാൻ പാടില്ല. ഒന്ന്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിരീശ്വരവാദമാണ്. ഒരുപക്ഷെ നമ്മുടെ മതനേതാക്കളോ രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ വലിയ വലിയ ആളുകളോ ഇവരോട് കൂട്ടുപിടിക്കാം, അത് നാം കാര്യമാക്കണ്ട. ഏതൊരു ഗ്രന്ഥമെടുത്ത് പരിശോധിക്കുക, നിരീശ്വരവാദം ദൈവനിഷേധമാണ്. അതിന് നാം കൂട്ടുനിൽക്കാൻ പാടില്ല. ഇന്ന് നിലവിലുള്ള മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ആത്മീയത കൂടുതലുള്ള, ഏറ്റവും കൂടുതൽ പണ്ഡിത ലോകമുള്ള കേരളത്തിലാണ് ആത്മീയത ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറവുണ്ടായത്. അതിൻ്റെ ഒരു കാരണം സാമ്പത്തികമാണ്, രണ്ടാമത് മൊബൈൽ മറ്റു കാര്യങ്ങളാണ്, പിന്നെ കുട്ടികൾ കൂടുതൽ വിജ്ഞാനം നേടി എന്നതൊക്കെ കിട്ടി. പക്ഷേ സർക്കാർ സംവിധാനങ്ങളെല്ലാം മാതാപിതാക്കൾക്കോ പൊതുസമൂഹത്തിനോ കുട്ടികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ പറ്റാത്ത രീതിയിൽ നിയമ സംവിധാനത്തെ അവർ വക്രീകരിച്ചു. അതിനനുസരിച്ച് കുട്ടികൾ എന്ത് ചെയ്തു? വളരെ ഭാര്യഭർത്താക്കന്മാരായി പോയിട്ട് ട്വിൻ ലിഖിതർ എന്ന് പറയുന്ന ആ ഒരു സംവിധാനം, ഒരുമിച്ച് താമസിക്കുക, അത് ഈ യൂറോപ്പിലും അമേരിക്കയിലും 1-2 വർഷം ഒരാളോട് കൂടെ ആയിരുന്നുവെങ്കിൽ കേരളത്തിൽ ഇന്നത്തെ വിദ്യാലയങ്ങളിൽ 1 മിനിറ്റ് 2 മിനിറ്റ് 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ പലവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അത്രയും മോശമായ രീതിയിലേക്ക് കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വലിയ പങ്കുണ്ട്, പിണറായിക്ക് വലിയ പങ്കുണ്ട്. അത് മയക്കുമരുന്നായിക്കോട്ടെ, കൊലപാതകമായിക്കോട്ടെ, സാമ്പത്തിക കൊള്ളയായിക്കോട്ടെ, സ്വർണ്ണക്കള്ളക്കടത്തായിക്കോട്ടെ, ഇതിലെല്ലാം വലിയ തോതിൽ തന്നെ ഈ കേരളത്തെ ഉടുത്ത് എറിഞ്ഞുകൊണ്ട് എല്ലാ സംസ്കാരങ്ങളെയും ആത്മീയതയും ഇല്ലാതാക്കുക എന്ന ഒരു തന്ത്രം പിണറായിയുടെ പക്കൽ നിന്നുണ്ടായിരുന്നു. അത് പിന്നെ നമ്മൾ തടുത്തത് ഒരു പരിധിവരെ നമ്മുടെ മതസ്ഥാപനങ്ങളിൽ നിന്ന്, അത് അമ്പലമാവട്ടെ, ക്രിസ്ത്യൻ ചർച്ചാവട്ടെ, മുസ്ലിം മസ്ജിദ്, നമ്മുടെ കൂട്ടായ്മയിലുള്ള കേരളത്തിൻ്റെ ആ കേരളീയരുടെ ഒരു സംഘടിത ശ്രമം മൂലമാണ്. ഇന്ന് നിങ്ങൾ തമിഴ്നാട്ടിലോ കർണാടകയിൽ പോയാൽ പോലും ഇത്രയും മുമ്പുണ്ടായിരുന്ന ആത്മീയ പണ്ഡിതന്മാരും മറ്റൊന്നും അവിടെ ഇല്ലെങ്കിൽ പോലും ഒരു 10% അവർക്ക് കാലത്തിനനുസരിച്ചുള്ള ചേഞ്ച് വന്നിട്ട്. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. ഇന്ന് വിദ്യാലയങ്ങളിൽ ഉയർന്ന തലത്തിലുള്ള കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് ഇന്ന് കാര്യങ്ങൾ ചെയ്യുന്നത്. വിവാഹത്തിന് മുമ്പുള്ള അവിഹിത ലൈംഗികത എന്താണൊരവസ്ഥ! ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിച്ചത് ഈ പിണറായി സർക്കാരിനും SFIക്കും അവർക്ക് വലിയ പങ്കുള്ളതുകൊണ്ട് ഒരു കാരണവശാലും ഈ പ്രസ്ഥാനത്തെ കേരളത്തിൽ വരാൻ പാടില്ല. അതിന് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാവരും കൂട്ടമായി ചെയ്യുക. അത്തരം ഒരു പ്രസ്ഥാനത്തിൻ്റെ അണികളെ നാം എന്ത് ചെയ്യരുത്? ഒരു കാരണവശാലും ഭരണത്തിൽ വരരുത്. ആ സമയത്ത് മറ്റ് 2 ശത്രു വിഭാഗങ്ങൾ മിത്രമായാൽ പോലും ഇവരെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൽ തന്നെ പ്രവർത്തിക്കണം. ഇല്ല എങ്കിൽ നമ്മുടെ മക്കൾ നമുക്കെതിരെ മയക്കുമരുന്ന്, കൊലപാതകം, സാമ്പത്തിക കൊള്ള മാത്രമല്ല, നമ്മളുടെ കുടുംബജീവിതം, ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ മാതാവ് പിതാവ് അല്ലെങ്കിൽ കുടുംബം എന്താണെന്ന് ചോദിച്ചാൽ അമേരിക്കയിലേക്കും യൂറോപ്പിനേക്കാളും മതം പതിക്കുമെന്ന ഒരു വലിയ ഒരു നിർദ്ദേശം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നു. അത് നിങ്ങൾ സ്വീകരിക്കട്ടെ, ഇൻഷാ അല്ലാഹ്.